ഇന്നത്തെ തെരച്ചിലുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് കൂടി പോവുകയാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ജോസൽ സെബാസ്റ്റ്യൻ വയനാട്ടിൽ നിന്നും തത്സമയം ചേരുകയാണ്. ജോസൽ, ഇന്നത്തെ തെരച്ചിലൊപ്പം തന്നെ ഈ വയനാട് പാക്കേജിന്റെ പ്രഖ്യാപനം ഇതൊക്കെയും നമ്മൾ ഇന്ന് കണ്ടിരുന്നു. ഏത് നിലയിലാണ് ഇന്നത്തെ തെരച്ചിൽ പുരോഗമിച്ചത്? ഒപ്പം തന്നെ സർക്കാരിന്റെ പ്രഖ്യാപനം എത്ര ആശ്വാസത്തോടു കൂടിയാണ് വയനാട് കേൾക്കുന്നത്? അസിത, അതിജീവനമെന്ന ശക്തമായ പ്രവർത്തനത്തിലേക്ക് സർക്കാർ നീങ്ങുകയാണ്. അതുപോലെ തന്നെ അതിജീവനമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഈ അതിജീവിതരും കൂടുതൽ പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത. ഏതായാലും നിലവിൽ സന്നദ്ധ പ്രവർത്തകരുടെയും സേനാ വിഭാഗങ്ങളുടെയും നേതൃത്വത്തിലാണ് ഇന്നത്തെ തെരച്ചിൽ പ്രവർത്തനങ്ങൾ നടത്തിയത്. അതുപോലെ തന്നെ മന്ത്രിതല ഉപസമിതിയുടെ നേതൃത്വത്തിലുള്ള സന്ദർശനവും ഇന്ന് ഈ ദുരന്ത മേഖലയിൽ നടക്കുകയുണ്ടായി. മന്ത്രി കെ രാജൻ, അതുപോലെ തന്നെ OR കേളു, അതുപോലെ ശശീന്ദ്രൻ അടക്കമുള്ള ആളുകളാണ് ഇന്ന് ദുരന്ത മേഖലയിൽ സന്ദർശനം നടത്തിയത്. അതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് വയനാട് കളക്ടറേറ്റിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലും മന്ത്രി കെ രാജൻ അടക്കമുള്ള മന്ത്രിമാർ വിശദീകരിക്കാൻ ശ്രമിച്ചത് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങളാണ്. നമുക്കറിയാം, ഇപ്പോൾ അതിജീവനത്തിലേക്കാണ് സർക്കാർ കൂടുതലായി ശ്രദ്ധ ഊന്നിക്കൊണ്ടിരിക്കുന്നത്. ഈ ദുരന്ത മേഖലയിലെ ആളുകൾക്ക് വിവിധ വാടക വീടുകൾ എടുത്ത് കൊടുക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്തെ 5 പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലുമായി ഇന്ന് ഈ പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് മെമ്പർമാരും അതുപോലെ തന്നെ കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ ഇന്ന് ശക്തമായ തെരച്ചിൽ തന്നെ ഈ വാടക വീടുകൾക്ക് വേണ്ടി നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ പ്രധാനമായിട്ട് ഇന്ന് മന്ത്രിസഭാ യോഗത്തിന് തീരുമാനമായിട്ട് മന്ത്രി വിശദീകരിച്ചത് ഈ ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ്, ഈ ദുരന്ത ബാധിതർക്ക് സർക്കാർ തരത്തിലുള്ള സഹായം ലഭിക്കണമെങ്കിൽ ഈ ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. അത് നേടിയെടുക്കുന്നതിന് വേണ്ടി വിവിധ രേഖകൾ സമർപ്പിച്ച നീണ്ട കാലതാമസം വരുന്ന ഒരു സാഹചര്യം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഈ മന്ത്രിസഭാ തീരുമാനത്തിലൂടെ ഈ ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഈ ആളുകൾക്ക് സഹായം ലഭിക്കുന്നതിന് വേണ്ട എന്നൊരു തീരുമാനം മന്ത്രിസഭാ യോഗം തീരുമാനമായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിൽ DNA ടെസ്റ്റിനായിട്ട് 420 ശരീരഭാഗങ്ങളാണ് അയച്ചിരിക്കുന്നത്. അതിൻ്റെ ക്രോസ് മാച്ചിനും മറ്റുമായിട്ട് 115 രക്തസാമ്പിളുകളും DNA ടെസ്റ്റിനായിട്ട് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിൽ ക്യാമ്പുകളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. 17 ക്യാമ്പുകളാണ് നിലവിൽ ഉണ്ടായിരുന്നത്. അത് 10 ക്യാമ്പുകളായി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ക്യാമ്പുകളിൽ 1350 പേരാണ് ഇപ്പോൾ നിലവിൽ താമസക്കാരായിട്ട് ഉള്ളത്. അത് 495 കുടുംബങ്ങളിൽ നിന്നായിട്ടാണ്. അതുപോലെ തന്നെ ഇന്ന് മന്ത്രി കെ രാജൻ മാധ്യമങ്ങളിലൂടെ ജനങ്ങളോട് അഭ്യർത്ഥിച്ച ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ ദുരന്ത മേഖലയിൽ അനാവശ്യ സന്ദർശനങ്ങൾ ഒഴിവാക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുകയുണ്ടായി. കാരണം ഈ പല പ്രദേശങ്ങളിലും ഇപ്പോഴും അപകട സാധ്യത ഉള്ള പ്രദേശങ്ങളാണ്. ഇപ്പോഴും മണ്ണിടിച്ചിൽ ഭീഷണി, അതുപോലെ തന്നെ ഇന്നും ഉച്ച കഴിഞ്ഞ കനത്ത മഴയാണ് ഈ മേഖലയിൽ ഉണ്ടായത്. ഈ കനത്ത മഴയും കാര്യങ്ങളും ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പരിചയമില്ലാത്ത ആളുകൾ ഈ സന്ദർശനത്തിനായി ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ വലിയ അപകടങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകാം. അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കണമെന്ന് മന്ത്രി കെ രാജൻ ഇന്ന് വളരെ വ്യക്തമായി പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. വിവിധ സേനാ വിഭാഗങ്ങളും അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട സന്നദ്ധ പ്രവർത്തകരുടെ ടീമും മാത്രമേ ഇത്തരം മേഖലയിലേക്ക്, ഈ ദുരന്ത മേഖലയിലേക്ക് കടന്നു ചെല്ലാവൂ എന്നുള്ളതാണ് മന്ത്രി കെ രാജൻ വളരെ വ്യക്തമായി ഇന്ന് പത്രസമ്മേളനത്തിലൂടെ ആവശ്യപ്പെട്ടത്. അതുപോലെ തന്നെ മനുഷ്യരെ മാത്രമല്ല വളർത്തുമൃഗങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനം, അവരുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാനും ഈ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. വളർത്തുമൃഗങ്ങൾക്ക് ആവശ്യമായ തീറ്റ ഈ മേഖലയിൽ എത്തിക്കുവാനും അവർക്ക് വേണ്ടി പ്രത്യേക സെൻ്ററുകൾ ആരംഭിക്കാനും എല്ലാം മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ നിലവിൽ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതും മന്ത്രി ഇന്ന് വ്യക്തമാക്കുകയുണ്ടായി. ഇപ്പോൾ പ്രധാനമായിട്ടും ഈ ചുറ്റുവട്ടത്തുള്ള 5 പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലുമായിട്ടാണ് ഇത്തരത്തിലുള്ള വാടക വീടുകൾ കണ്ടെത്തുവാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ആ വാടക വീടുകളിലേക്ക് മാറണം എന്നുള്ള ഒരു നിർബന്ധവും സർക്കാർ വെക്കുന്നില്ല. നിലവിൽ ബന്ധു വീടുകളിലേക്ക് മാറാനാണ് താല്പര്യമെങ്കിൽ ആ ബന്ധു വീടുകളിൽ താമസിക്കുന്ന ആളുകൾക്കും സർക്കാർ നിശ്ചയിച്ച 6000 രൂപ വീതം വാടക അവർക്കും നൽകും എന്ന് അതിലൊരാശങ്കയും വേണ്ട അല്ലെങ്കിൽ എന്നുള്ള കാര്യം കൃത്യമായി ഇന്ന് മന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട്. പരമാവധി ആളുകളെ അത്തരത്തിലാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ബന്ധു വീടുകളിലേക്കും അതുപോലെ തന്നെ സ്വയം വാടക വീടുകൾ കണ്ടെടുത്ത് മാറുന്നതിനുമുള്ള തീരുമാനം ഈ ദുരന്തബാധിതർക്ക് എടുക്കാം. അങ്ങനെ സ്വയം വാടക വീട് കണ്ടെത്തുകയാണെങ്കിലും